നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂളിൻ്റെ ക്വിസ്, അതായത് തിയറി പാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വിസാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫയൽ എക്സ്റ്റൻഷൻ്റെ വാക്കുകൾ പഠിക്കുവാനായിട്ടുള്ളതാണ്. കുറച്ച് എക്സ്റ്റൻഷൻ, അതായത് നമ്മളൊരു ലിബ്രോഫീസ് റൈറ്ററിലൊരു ഫയൽ ചെയ്യുമ്പോൾ എക്സ്റ്റൻഷനായി വരാറുണ്ട്. അതെന്താ വരിക? ODT എന്നാണ്. അതിൻ്റെ പൂർണ്ണരൂപം, അതായത് അബ്രിവേഷൻ എന്ത് എന്നുള്ള ആ രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് PDF എന്നതിൻ്റെ അബ്രിവേഷനാണ് ചോദിക്കുന്നത്. PDF. രണ്ടാമതായിട്ട് PNG. മൂന്നാമത് പറയുന്നത് JPEG. നാലാമത് ODT. അഞ്ചാമതായിട്ട് XLS. ലാസ്റ്റ് വൺ പറയുന്നത് ODP. എല്ലാറ്റിൻ്റെയും പൂർണ്ണരൂപങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക, ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. PDF എന്നത്, അതായത് നിങ്ങൾ ലിബ്രോഫീസ് റൈറ്ററിൽ ചെയ്തിട്ടുണ്ടാവും. ലെറ്ററോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്തിട്ട് അതിനെ നമുക്ക് എക്സ്പോർട്ട് ആസ് PDF ആക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുകയും ചെയ്തു, PDF ആക്കുകയും ചെയ്തു. എന്താണ് ഈ PDF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്നുള്ളതാണ് ചോദ്യം. PDF എന്നാൽ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നതിൻ്റെ അബ്രിവേഷനാണ് PDF. പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. ഒന്നുകൂടി പറയുകയാണ്, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നതാണ് PDF എന്നതിൻ്റെ പൂർണ്ണരൂപം. അതായത് നമ്മൾ ലിബ്രോഫീസ് റൈറ്ററിനെ PDF ആക്കി എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. PNG എന്നത് നമുക്ക് തന്നിരുന്നു. ഏതിൽ? നമ്മൾക്ക് ജിംബിൽ ഉണ്ട്, അതുപോലെ വേർഡ് പ്രോസസ്സറിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് ചിത്രങ്ങളെല്ലാം തന്നിരുന്നത് PNG ഫോർമാറ്റിലാണ്. അപ്പോൾ PNG എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അബ്രിവേഷനാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു PNG എന്ന് പറയുന്നത് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നുള്ളതാണ് PNG എന്നതിൻ്റെ പൂർണ്ണരൂപം. പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. അതായത് നാം സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുമ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ എക്സ്റ്റൻഷനായി വരുന്നത് PNG എന്നാണ്. പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് PNG ഫോർമാറ്റിലാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ വരുന്നത്. അടുത്ത ഏതാണെന്ന് നോക്കാം. JPEG എന്നതും PNG പോലെ തന്നെ ഒരു ഫോട്ടോ, അതായത് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. JPEG. ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്നുള്ളതാണ് JPEG എന്ന് പറയുന്നത്. JPEG എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ്. അടുത്തത് ODT. ഞാൻ പറഞ്ഞിരുന്നു, ഇത് രണ്ട് വിധത്തിലാണ് ഇതിലെ ചോദ്യങ്ങൾ വരിക. ഒന്ന് എക്സ്റ്റൻഷനായിട്ട് വരാം,
രണ്ടാമത് ഇത് ഏതിൻ്റെ എക്സ്റ്റൻഷനാണ് എന്നായിരിക്കും ചോദ്യം. ഞാനത് ആദ്യമേ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് രണ്ട് വിധത്തിലാണ് ഈ എക്സ്റ്റൻഷനുകൾ പഠിക്കേണ്ടത്. ഒന്ന് ഏത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ODT എന്ന് പറഞ്ഞു വെച്ചാൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ചെയ്യുമ്പോഴാണ് ഈ ODT എന്ന് വരുന്നത്. അപ്പോൾ ഇത് ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. അതായത് നാം പഠിച്ച ഓരോന്നിൻ്റെയും PNG ഏതിൻ്റെയൊക്കെയാണ് വരിക എന്നുള്ളത്, അതുപോലെ JPEG, അങ്ങനെ ഓരോന്നിൻ്റെയും പഠിച്ചു വച്ചിരിക്കണം. ഇപ്പോൾ ODT എന്നുള്ളത് ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ എക്സ്റ്റൻഷനാണ്. അതിൻ്റെ അതായത് പൂർണ്ണരൂപം എന്ന് പറയുന്നത് ദ ഓപ്പൺ ഡോക്യുമെൻറ്റ് ടെക്സ്റ്റ് എന്നാണ്. ODT, ഓപ്പൺ ഡോക്യുമെൻറ്റ് ടെക്സ്റ്റ്. XLS എന്നാൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റുകൾക്കാണ് XLS വരുന്നത്. അതായത് നമ്മൾ ഇവിടെ ചെയ്ത ലിബ്രെ ഓഫീസ് കാൽക്ക് ഉണ്ട്, പിന്നെ ആപ്പിളിൻ്റെ വെച്ചാൽ ആപ്പിളിൻ്റെ നമ്പേഴ്സ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട്. ഇതിൻ്റെയൊക്കെ എക്സ്റ്റൻഷനായി വരുന്നതാണ് XLS. അതായത് സ്പ്രെഡ്ഷീറ്റുകളുടെ എക്സ്റ്റൻഷനെ പറയുന്ന പേരാണ് XLS. അതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്നതാണ് XLSൻ്റെ പൂർണ്ണരൂപം. എക്സൽ സ്പ്രെഡ്ഷീറ്റ്. ഇത് എവിടെയൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ലിബ്രെ ഓഫീസ് കാൽക്കാണ്, ആപ്പിൾ നമ്പേഴ്സ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട്. ഈ മൂന്നിൻ്റെയും വരാം. അടുത്തത് ODP എന്നാൽ ഏതിൻ്റെ എക്സ്റ്റൻഷനായി വരുന്നതാണ്? ഓർമ്മയുണ്ടോ? അതായത് പ്രസൻറ്റേഷൻ്റെ ആണ് ODP. അപ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓപ്പൺ ഡോക്യുമെൻറ്റ് പ്രസൻറ്റേഷൻ. ഓപ്പൺ ഡോക്യുമെൻറ്റ് പ്രസൻറ്റേഷൻ എന്നതിൻ്റെ അതായത് ഷോർട്ട് ഫോമാണ് ODP. ഇവ കൂടാതെ ധാരാളം എക്സ്റ്റൻഷനുകളുണ്ട്. അവയെല്ലാം പഠിക്കേണ്ടതാണ്. ഞാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.